ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതീകാത്മക നോട്ടെണ്ണൽ മെഷീനുമായിട്ടാണ് പ്രവർത്തകർ എത്തിയത്. ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രിക്ക് പങ്കുണ്ടെന്നാരോപിച്ചായിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. നോട്ടെണ്ണൽ മെഷീനുമായി എത്തിയ പ്രതിഷേധക്കാരെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നോട്ടെണ്ണൽ മെഷീൻ ബാരിക്കേഡിന് അപ്പുറത്ത് വെക്കണമെന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. പോലീസ് ആവശ്യം അംഗീകരിച്ചു. തുടർന്ന് മെഷീൻ റോഡിൽ വെച്ച ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് മടങ്ങി. ബാർക്കോഴ ആരോപണത്തിനെതിരെ കോൺഗ്രസ് നിശബ്ദത പാലിക്കുന്നെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂചനാ സമരം നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. മേയർ ആര്യ രാജേന്ദ്രനും എം.എൽ.എ. സച്ചിൻ ദേവും കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു പോലീസ്. എം.എൽ.എ. സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സാക്ഷിമൊഴി ലഭിച്ചു. അതേ വിവരം കണ്ടക്ടർ ബസിന്റെ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയതായി